രണ്ട് കാര്യത്തിന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ് ഫോട്ടോഷൂട്ട്. അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മൾ നേരെ ചോക്ലേറ്റ് വാങ്ങാം. നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ആ ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആക്ഷൻ നോക്കില്ലാന്നോ? ഇല്ല, വാങ്ങൂല എന്നൊക്കെ പറയെങ്കിലും വാങ്ങിയാൽ ആദ്യം കഴിക്കുക അവനാ. പണ്ട് ഊട്ടിയിൽ വരുമ്പോൾ എവിടുന്നും ചോക്ലേറ്റ് വാങ്ങാണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തിയാൽ മാത്രമേ ഞാൻ ചോക്ലേറ്റ് വാങ്ങായിരുന്നു. അതും ഒരു കടയിൽ നിന്ന്. ആ കടേൻ്റെ പേരോ ആ കട എവിടെയായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ കടയിൽ മാത്രം കിട്ടുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. മഞ്ചോ കിറ്റ്കാറ്റോ ഡയറി മിൽക്കോ ഏതാണെന്നറിയില്ല, എല്ലാത്തിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉള്ളൊരു ചോക്ലേറ്റ്. അങ്ങനെ ഞാൻ ആ ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ട് എല്ലാ കടയിലും കയറി ഇറങ്ങി. പക്ഷെ ആ ഒരു സാധനം മാത്രം കിട്ടിയില്ല. എനിക്ക് നല്ല വിഷമമായി. ഞാൻ അതും പ്രതീക്ഷിച്ചാനും വന്നത്. എന്നിട്ട് ഞാൻ ഏതോ ഒന്ന് വാങ്ങി വന്ന്. അതാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും. ഞാൻ ആ ചോക്ലേറ്റ് കഴിക്കാൻ നൊസ്റ്റു അടിച്ച് വന്നതായിരുന്നു. സാരല്ല പോട്ടെ. ചോക്ലേറ്റ് കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്ന എനിക്ക് കുറച്ച് സന്തോഷം തരുന്ന രീതിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന പോലെ യൂട്യൂബ് ഒരു സമ്മാനം അയച്ചു തന്നു. ഈ മാസത്തെ പേയ്മെൻറ്റ് ആനിവേഴ്സറിൻ്റെ 2 ദിവസം മുന്നേ കിട്ടിയാൽ നല്ലതായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ യൂട്യൂബ് കറക്റ്റ് 24 തന്നെ അത് അയച്ചു. ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് മൂപ്പരും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക്. 7 രൂപ ടിക്കറ്റ്. അപ്പോൾ ഇവിടുത്തെ മിനിമം ചാർജ് എത്രയായിരിക്കും? 2 ആളാന്ന് പറഞ്ഞിട്ടു അയാൾ ഒരാൾക്കുള്ള ടിക്കറ്റ് തന്നു. പിന്നെയും പറഞ്ഞിട്ടു അയാൾ ഒരാൾക്കുള്ള ടിക്കറ്റ് മാത്രം തന്നു. 20 രൂപ കൊടുത്തിട്ട് ഒരാൾക്കുള്ള ടിക്കറ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് 13 രൂപ തിരിച്ചു തന്നു. അയാൾക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു. എന്തെല്ലാം ആൾക്കാരല്ലേ.